The NPC mindset is like a train stuck on a loop with no driver, no destination, and no windows to look outside. ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കപ്പെടുന്നുണ്ട് ഇന്ത്യയിലുള്ള ആൾക്കാർ. ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആയിട്ട് നമ്മൾ ആഘോഷിക്കുമ്പോൾ ബ്രിട്ടീഷ് അവർ ഒരുപാട് നാശനഷ്ടങ്ങൾ ഇന്ത്യയിലേക്ക് നടത്തിക്കൊണ്ടുവരുന്ന സമയത്താണ് നമ്മൾ അവരിനെ കംപ്ലീറ്റ് ആകപ്പാടെ ഉന്മൂലനം പുറത്തേക്ക് തള്ളിക്കൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ യഥാർത്ഥ രൂപത്തിൽ നമ്മളെ വീണ്ടും നാശനഷ്ടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വ്യക്തി ജീവിതത്തിലായി ഓരോരുത്തരും നമ്മൾ ചെയ്തു പോയിക്കൊണ്ട് ഇരിക്കുകയും അതിനെതിരെ അതല്ലാത്തൊരു ഓപ്ഷൻ ഇല്ല എന്ന് വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയും നമുക്കിടയിൽ വളരെ വ്യാപകമായി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനാണ് NPC മൈൻഡ് സെറ്റ്, നോൺ പ്ലേയബിൾ ക്യാരക്ടർ മൈൻഡ് സെറ്റ് എന്ന് പറയുക. ഏതുപോലെ എന്ന് വെച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു പെസ് അല്ലെങ്കിൽ ഒരു ഫിഫ ഏതെങ്കിലും ഒരു ഗെയിം കളിക്കുന്ന ഒരു സമയത്ത്, ഒരു ഫുട്ബോളിൻ്റെ ഗെയിം കളിക്കുമ്പോൾ ഒരു ടീമിനെ നമ്മൾ കൺട്രോൾ ചെയ്യും, മറ്റൊരു ടീമിനെ പ്രോഗ്രാംഡ് ആയിട്ട് ഓൾറെഡി കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. ഈ പ്രോഗ്രാംഡ് ചെയ്യുന്ന കൺട്രോൾ നമ്മൾ NPC, നോൺ പ്ലേയബിൾ ക്യാരക്ടർ, നമുക്ക് കളിക്കാൻ പറ്റാത്ത നോൺ പ്ലേയബിൾ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രത്യേകത എന്താ, അവർക്ക് ചോയ്സ് ഇല്ല. അവർക്ക് വേറൊരു കാര്യം ചെയ്യാൻ, അതായത് പ്രോഗ്രാമഡ് ആയിട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇതല്ലാതെ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ ഇല്ല. സോ അവരത് മാത്രം അവർ ഫോളോ ചെയ്ത് വരുന്നു. എന്നതുപോലെ തന്നെ നമുക്കും ഇതല്ലാത്തൊരു നമ്മൾ ഒരുപാട് നമ്മളിപ്പോൾ ടിക്ടോക്ക്, വാട്സപ്പ് എന്നിങ്ങനെ തുടങ്ങി കുറേ സോഷ്യൽ മീഡിയസിൽ വ്യാപകമായിക്കൊണ്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതല്ലാത്തൊരു ഓപ്ഷൻ നമുക്ക് ഇല്ലേ എന്ന് നമ്മൾ ആലോചിക്കുക പോലും ചെയ്യാതെ ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ള നിലക്ക് NPC ആയിക്കൊണ്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദിസ് ഈസ് ആദിൽ ഫ്രം GMC മഞ്ചേരി, സെക്കൻഡ് ഇയർ MBBS. ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടത് എന്ന് പറയുമ്പോൾ NPC എങ്ങനെയാണ് നമ്മൾ NPCയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതും, അതുപോലെ യഥാർത്ഥത്തിൽ NPC എന്നുള്ളത് നമുക്ക് കളയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയല്ലേ, കളയേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളതും, അതുപോലെ അതിനെതിരെ നമുക്ക് എങ്ങനെ ചെറിയ രീതിക്കെങ്കിലും നമുക്കൊരു ഇനീഷ്യേറ്റീവ് ആയിക്കൊണ്ട് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതും കൂടി ഡിസ്കസ് ചെയ്യാം. Let's take one example to understand that are we admitted to NPC or not. ഒരു ട്രെൻഡായിട്ടുള്ള ഒരു മാരേജ് ഫംഗ്ഷൻ ഇൻസ്റ്റയിൽ ആദ്യം ഒരു റീലായിട്ട് ഇട്ടതിന് ശേഷം പിന്നെ നാട് മുഴുവൻ അത്തരത്തിലുള്ള ഒരു സെലിബ്രേഷൻ കൾച്ചറിലേക്ക്, അതായത് എന്തുണ്ടായിക്കഴിഞ്ഞാലും ഇപ്പോൾ ഒരു SSLC കഴിഞ്ഞാൽ ഒരു കേക്ക് മുറിക്കുക, അതുപോലെ ഒരു എക്സാം കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് എവിടേക്കെങ്കിലും ടൂറ് പോവുക, അല്ലെങ്കിൽ എക്സാമിന് ലീവിൻ്റെ സമയത്ത് തന്നെ ഒരു ജസ്റ്റ് സ്റ്റഡി ലീവ് കിട്ടുമ്പോൾ തന്നെ ഫസ്റ്റ് സ്റ്റഡി ലീവിൽ ഒന്ന് ടെൻഷനൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഫുള്ള് ടൂറ് പോകുന്ന എന്നിട്ട് ഇൻസ്റ്റയിൽ റീൽസ് ആക്കി ഇടുന്ന ഒരു കൾച്ചർ, ഒരു സമ്പ്രദായം നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കുറേയധികം വിദ്യാർത്ഥികൾ അത് നെഞ്ചോട് ചേർത്തിക്കൊണ്ട് അത് ഫോളോ ചെയ്ത് അതിൽ നിന്നും പിന്നെ വിട്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പോവാത്ത ആൾക്കാർക്കൊക്കെ ഒരു വിഷമം, എല്ലാവരും ചെയ്യുന്നല്ലോ നമ്മൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതുപോലെ ശരിയാവുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇവിടെ NPCയിലേക്ക് അഡ്മിറ്റഡ് ആവുകയല്ലേ ചെയ്യുന്നത്. വിച്ച് മീൻസ് ആ പ്രോഗ്രാംഡ് സീക്വൻസ് ഇൻസ്റ്റയിലും അതുപോലെ റീൽസിലും അതുപോലെ ഈ ഒരു റിയൽ ലൈഫ് അല്ലാത്ത ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിലൂടെ സെലിബ്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ആ ഒരു പ്രോഗ്രാംഡായിട്ടുള്ള സീക്വൻസിൽ മാത്രമേ നമുക്ക് ഒരു സന്തോഷമുള്ളൂ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് അല്ലാണ്ടും കുറേയേറെ സന്തോഷങ്ങളും അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ടായിരിക്കെ തന്നെ ലോകത്ത് കംപ്ലീറ്റ് നമ്മുടെ ഒരു കാഴ്ചപ്പാട് അത്രയും ചുരുങ്ങി നമ്മൾ പോയി കഴിയുമ്പോൾ വി ആർ ഡെഫിനറ്റ്ലി അഡ്മിറ്റഡ് ടു NPC. ഇനി ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ആലോചിക്കേണ്ടത്, സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ പടർന്ന് പന്തലിച്ച ഒരു വിഷയമായിരുന്നു ഷഹബാസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം SSLC വിദ്യാർത്ഥികൾ രണ്ട് കൂട്ടം ആൾക്കാർ തമ്മിൽ അടികൂടിയപ്പോൾ ഷഹബാസിന് വളരെ സീരിയസ് ആയി പരിക്ക് പറ്റുകയും തലകുട്ടിക്ക് വരെ ഫ്രാക്ചർ അടിച്ച് ഇൻറ്റേർണൽ ബ്ലീഡിങ് വരെ സംഭവിച്ചിട്ടാണ് അദ്ദേഹം മരണത്തിന് കീഴ്പ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഷഹബാസിൻ്റെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് മാത്രം നമ്മൾ അത് സോഷ്യൽ മീഡിയയിലൂടെ പടർന്നപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനെതിരെ ഇതിപ്പോൾ അത് 10ാം ക്ലാസ് കുട്ടികളല്ലേ, ഇതിപ്പോൾ ഇൻസ്റ്റയിൽ വളരെ ഫേമസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, കുറേ പേര് അടികൂടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗത്തിൽ അടികൂടിയതാണെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് എടുത്ത് കംപ്ലീറ്റ് അതിനെതിരെ പ്രതിരോധിക്കാതെ നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ NPCയിൽ അകപ്പെട്ട് പോയിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാക്കണം. ഇനി അതല്ല നമ്മൾ പ്രതികരിച്ചു എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് എങ്കിൽ നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്, എത്ര നമ്മൾ അതിനെതിരെ ഒരു പോസ്റ്റർ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടു, എത്ര നമ്മൾ ഇൻസ്റ്റയിൽ സ്റ്റോറിയും അതുപോലെ റീൽസൊക്കെ ആയി നമ്മുടെ സ്വന്തം വോയിസ്
റേസ് ചെയ്തുകൊണ്ട് ഇല്ലെങ്കിൽ അതിനുവേണ്ടി റേസ് ചെയ്യുന്ന കൂട്ടത്തിനോട് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ നിന്നിട്ടുണ്ട്. ഇനി അതല്ല, അത് വെറും ആ ഒരു പീരീഡിലേക്ക് മാത്രമാക്കിക്കൊണ്ട് നമ്മൾ മാറ്റിക്കളഞ്ഞോ നമ്മുടെ മനസ്സിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എന്നും നമ്മൾ സ്വന്തം തന്നെ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള കൾച്ചർ വരുമ്പോൾ അതിനെതിരെ പോരാടാനുള്ള ഒരു മൈൻഡ് സെറ്റ് അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ ബാധ്യത. അതാണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിട്ട് അവിടെ നിൽക്കുക എന്നിരിക്കെ, ബിക്കോസ് വി ഹാവ് ടു പ്രിവെൻറ്റ് മോർ ഷഹബാസ് ഫ്രം ഹാപ്പനിങ് ഇൻ ദ കേരള അല്ലേ. നമുക്ക് ഇനിയും ഷഹബാസുകളുടെ മരണം ഇതുപോലെ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി അതാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഈ ബെസ്റ്റ് ഓപ്ഷൻ ഇരിക്കെ സ്റ്റിൽ മോസ്റ്റ് ഓഫ് മെജോറിറ്റി ഫോളോ ചെയ്യുന്നത് ഇതിനോടൊപ്പം അങ്ങനെ നിന്നുകൊണ്ട് അതിനെ മീഡിയ ചെയ്യുന്നത് പോലെ ആ ഒരു പീരീഡിൽ മാത്രം ചർച്ച ചെയ്തുകൊണ്ട് അതിനെ മാറ്റി നിർത്തുക എന്നുള്ളൊരു പ്രോഗ്രാമിൻ്റെ സീക്വൻസ് വീണ്ടും നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ എഗെയിൻ ഗെറ്റിംഗ് ട്രാപ്ഡ് ഇൻ ദി NPC. ഇനി NPC മൈൻഡ് സെറ്റ്, ഈ രണ്ട് കൂട്ടം വിദ്യാർത്ഥികൾക്ക് അവർക്ക് പ്രശ്നമുണ്ടായി, അപ്പോൾ അവർ തല്ലുകൂടണം എന്നാലേ അവർക്കൊരു ആ പ്രശ്നം സോൾവ് ആവുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് അവർ എത്തിപ്പെടാനുള്ളൊരു കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും അവരുടെ മാതാപിതാക്കളാണ് അവർക്ക് തല്ലുകൂടാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത്. മാതാവും പിതാവും ഡെയിലി വീട്ടിൽ നിന്ന് ഇങ്ങനെ തല്ലുകൂടിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ സോൾവ് ആവുമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അതായിട്ടല്ല. പിന്നെ എങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു കോഴ്സിന് പോയി പഠിക്കുന്നുണ്ടോ? തല്ല് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ പറ്റുന്നുള്ളത് ഒരു 500 രൂപ മാസം കെട്ടിക്കൊണ്ട് ഡെയിലി 1 മണിക്കൂർ പോയി പഠിക്കുന്ന ഒരു ഐറ്റമാണോ? വിദ്യാർത്ഥികൾക്കിടയിൽ ഈ തെറി വിളിയും അതുപോലെ അടിയും തല്ലൊക്കെ ആയിക്കഴിഞ്ഞാൽ യഥാർത്ഥ രൂപത്തിൽ നമുക്ക് പ്രശ്നം സോൾവ് ആക്കാൻ പറ്റും? അല്ല, ഡെഫിനറ്റ്ലി. അപ്പോൾ അത് എവിടെ നിന്നാണ് വരുന്നത്? അതിൻ്റെ സോഴ്സ് നമ്മൾ പറ്റി നോക്കുമ്പോൾ ഡെഫിനറ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇത് പ്രൊമോട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ. ഡെഫിനറ്റ്ലി നമ്മൾ ഉൾപ്പെടെ അത് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം എന്തെങ്കിലും നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഒബ്വിയസ്ലി ഡു സംതിങ്, അല്ലേ? വി ക്യാൻ കണ്ടിന്യൂ ഇറ്റ് ഡൂയിങ് ഡെയിലി. ബട്ട് ഇഫ് ഇറ്റ് ഹാസ് ഗോട്ട് മോർ ഡിസ്ട്രക്ഷൻസ് ദാൻ ബെനിഫിറ്റ്സ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ അതിനെ അവോയ്ഡ് ചെയ്യലാണ് സിമ്പിൾ ലോജിക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഫിലിംസ് ഏറ്റവും കൂടുതലായിട്ട് ഡ്രഗ്സ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വയലൻസ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ജസ്റ്റ് ലുക്ക് അറ്റ് വൺ സ്റ്റഡീസ്. ഇത് മറ്റേ ആൽക്കഹോളിൻ്റെയും സ്മോക്കിങ്ങിൻ്റെയാണ്. നമുക്ക് പറയുന്നത് ഈ ഫിലിംസുമായിട്ട് എക്സ്പോസ്ഡ് ആയി കിടക്കുന്ന ടീൻസ് അല്ലെങ്കിൽ അഡോളസൻസ് ആർ മോർ 2x times മോർ പ്രോൺ ടു കൺസ്യൂം ആൽക്കഹോൾ and try alcoholing and consume alcohol than the others. അതേപോലെ 3x more times they are more prone to try smoking. അറ്റ്ലീസ്റ്റ് ചെറിയൊരു സ്മോക്കിംഗ് അല്ലേ എന്നുള്ള രീതിക്കെങ്കിലും ട്രൈ ചെയ്യാൻ ഫിലിംസ് കണ്ടുകൊണ്ട് ആസ്വദിക്കുന്ന ടീംസിന് ഏറ്റവും കൂടുതലായിട്ട് കൂടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് സ്റ്റഡീസ് പറഞ്ഞിരുന്ന ഏറ്റവും അത് തന്നെയാണ് ഒബ്വിയസ്ലി ഇത് നേച്ചർ എന്ന് പറയുമ്പോൾ. ഇനി ജാമ സൈക്യാട്രി പറഞ്ഞിരുന്ന മറ്റൊരു കാര്യം കൂടിയാണ് സോഷ്യൽ മീഡിയ വെച്ച് ഒന്ന് ചേർത്ത് വെച്ച് വായിക്കാൻ പറ്റുന്ന കോൺസെപ്റ്റാണ്. നമുക്കറിയാം മോർ ദാൻ 5 hours per day ഒരു അഡോളസെൻ്റ് സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ആവറേജ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ അത് തന്നെയല്ലേ, എത്ര സമയം നമുക്ക് സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രം നമ്മൾ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആസ് കമ്പയറിങ് ടു ലെസ് ദാൻ 1 hours per day സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു അഡോളസെൻറ്റ്, ഈ രണ്ടുപേരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മോർ ദാൻ 5 hours per day ഉപയോഗിക്കുന്ന ആൾക്ക് 66 times മോർ പ്രോൺ ഓർ ഹയർ റിസ്ക് ഓഫ് ഡിപ്രഷൻ എന്നാണ് സ്റ്റഡീസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. വിച്ച് മീൻസ് ഡെഫിനറ്റ്ലി അങ്ങനെ രണ്ടുപേരെ കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്കെങ്കിലും ഡിപ്രഷൻ ഉണ്ടാവാനുള്ള ചാൻസ് നല്ല ഹൈ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഡിപ്രഷനിലേക്കും അതുപോലെ സൂയിസൈഡ് ടെൻഡൻസിയിലേക്കും ഒക്കെ നമ്മൾ വേറൊരു സ്റ്റഡി പറയുന്ന സൂയിസൈഡ് റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് 2x കൂടുതലാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്ര സൂയിസൈഡ് ടെൻഡൻസിയിൽ അപ്പോൾ ഇതിനൊക്കെ കാരണമായിരിക്കുന്ന ഒരു സമയത്ത് ഒരു സംഭവത്തിൽ സോഷ്യൽ മീഡിയ നമ്മൾ കൂടുതൽ നേരം എന്നോട് ആ ഒരു സ്റ്റഡിയും പറഞ്ഞിരുന്നു. മോർ ദാൻ 5 hours എന്നൊക്കെ പറയുമ്പോൾ അത്രയും അധികം നേരം ഒരു കൺട്രോളും ഇല്ലാതെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത നമുക്കിടയിൽ നിലനിൽക്കെ നമ്മളത് ചൂസ് ചെയ്യുക തന്നെയാണ് ഒരു സന്തോഷം എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോഴാണ് നമ്മൾ NPC ആയിട്ട് മാറുന്നത്, നോൺ പ്ലേബിൾ ക്യാരക്ടറായിട്ട്. അതായത് വേറൊരു ഓപ്ഷൻ, ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലിമിറ്റ് ദ യൂസ് ഓഫ് സോഷ്യൽ മീഡിയാസ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇരിക്കാൻ തന്നെ നമ്മൾ ഇത് ചൂസ് ചെയ്തുകൊണ്ട് വീണ്ടും അതിലേക്ക് തന്നെ അട്രാക്റ്റഡ് ആയിക്കൊണ്ട് അങ്ങനെയാണല്ലോ അതിൻ്റെ അൽഗോരിതം. So that is actually what saying us we are following the algorithms and are completely outsourcing anything that is best. നമ്മൾ ബെസ്റ്റ് ഏതാണെന്ന് നമ്മൾ നോക്കുന്നില്ല, ബട്ട് വി ആർ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ്ലി ഫോളോയിങ് ദ അൽഗോരിതംസ്. അൽഗോരിതം ഫോളോ ചെയ്തുകൊണ്ട് ഹൈപ്പ് ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് നമ്മൾ ചിന്തിക്കാതെ ഹൈപ്പ് അല്ലെങ്കിൽ മെജോറിറ്റി അല്ലെങ്കിൽ ഒരു ഇതിന് മാത്രം നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് അൽഗോരിതം ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തൊക്കെ ഉണ്ടാവുന്നത്. നമ്മുടെ ശ്രീലങ്കയിൽ സംഭവിച്ച പോലെ കട്ട 50% ക്രോപ്പിൻ്റെ ഈൽഡ്, അതായത് നമുക്കൊരു വിളയിൽ നിന്ന് കിട്ടുന്ന ഫാർമിങ്ങിൽ സംഭവിച്ച അഗ്രികൾച്ചർ സെക്ടറിൽ സംഭവിച്ചത് എന്തായിരുന്നു? ബേസിക്കായിട്ട് ഒരു ഓവർനൈറ്റ് കൊണ്ട് അവർ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കംപ്ലീറ്റ്ലി ബാൻ ചെയ്യുകയാണ്, തിങ്കിങ് ദാറ്റ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് വുഡ് പെർ സെ സഫിസ് കംപ്ലീറ്റ് ദെയർ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇത് സംഭവിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? സ്വാഭാവികമായിട്ടും അവിടെ റൈസിൻ്റെയൊക്കെ പിറ്റേ ദിവസം മുതൽ റൈസൊക്കെ കംപ്ലീറ്റ്ലി അവിടെ ഭയങ്കര ട്രിപ്പിൾ അതിൻ്റെ പൈസ കൂടി, പിന്നെ അതുപോലെ ആൾക്കാർക്ക് ഭക്ഷണം കിട്ടാൻ ഉള്ളൊരു ചാൻസ് കമ്മിയായി വന്നു. അത്രയും പൈസ അഫോർഡ് ചെയ്തുകൊണ്ട് ഭക്ഷണം വാങ്ങിക്കാൻ പറ്റുന്നില്ല, റൈസും കാര്യങ്ങളും. അതുപോലെ ക്രോപ്സിൻ്റെ ഈൽഡ് അതിൽ നിന്ന് കിട്ടുന്ന തന്നെ 50% ഒറ്റയടിക്ക്
ഒരു പ്രാക്ടിക്കാലിറ്റി നമുക്ക് ചിന്തിക്കാൻ, അതായത് ബെസ്റ്റ് ഓപ്ഷൻ ചിന്തിക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ ഇല്ലാണ്ടാകുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ NPCയിലേക്ക് അഡ്മിറ്റഡ് ആയി മാറുന്നു. പിന്നെ എഗെയിൻ ചൈനയിൽ സംഭവിച്ചതും ഏകദേശം ഇതുപോലെ വെച്ച് നമുക്ക് വായിക്കാം. കാരണം എത്രയോ മില്യൺ കണക്കിന് പൈസകൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ ഒരു സ്മാർട്ട് സിറ്റി എന്നുള്ള രൂപത്തിൽ ടെക്നോളജി ഏറ്റവും നല്ലത് തന്നെയാണ്. അത് സോ തിങ്കിങ് ദാറ്റ് ഓക്കെ ടെക്നോളജി ക്യാൻ അത് മാത്രം കൊണ്ട് നമുക്ക് എക്സ്ക്ലൂസീവ് ആയിക്കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, ഒരുപാട് ഔട്ട്കം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ചിന്തയിലാണ് ആ സ്മാർട്ട് സിറ്റി ഉണ്ടാക്കിയത്. പക്ഷേ നൗ വി നോ ദാറ്റ് ദ സ്മാർട്ട് സിറ്റി ഈസ് ആക്ച്വലി കോൾഡ് ആസ് ദി ഗോസ്റ്റ് ലാൻഡ്. അപ്പോൾ ഈ ലാൻഡിൽ ആരും ഇല്ലാത്തത് കാരണം കൊണ്ട് തന്നെ അതിനെ ഗോസ്റ്റ് ലാൻഡ് എന്ന് സയൻറ്റിഫിക്കലി നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയും സംഭവിച്ചത് ഈ ഹൈപ്പ്, നമ്മൾ ട്രെൻഡിങ് അല്ലെങ്കിൽ ഹൈപ്പ് ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. ഇനി ഓയിലിൻ്റെ മേഖല എടുത്ത് നോക്കുമ്പോൾ എക്സോൺ ഓൾറെഡി കറക്റ്റ് 1970s പ്രെഡിക്റ്റ് ചെയ്തൊരു സംഭവം 0.2 ഡിഗ്രി സെൽഷ്യസ് പെർ ഇയറിൽ ഗ്ലോബൽ വാർമിംഗ് സംഭവിക്കാനുള്ള ചാൻസ് ഇപ്പോഴത്തെ നിരക്കിൽ നമ്മൾ ഓയിൽ നമ്മൾ ലൈക്ക് ഡിഗ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ സംഭവിക്കും. ഫോസിൽ ഫ്യൂൽസിൻ്റെ ബേണിങ്ങായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രെഡിക്റ്റ് ചെയ്ത സംഭവം ഇരിക്കെ തന്നെ എന്താണ് സംഭവിച്ചത്, നമ്മളിപ്പോൾ തീരുമാനിക്കുകയാണ് സയൻറ്റിസ്റ്റുമാർ എന്തും പറയും, അതെന്ന് വെച്ച് നോക്കേണ്ട ആവശ്യമില്ല, ഗ്ലോബൽ വാർമിംഗ് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള മൈൻഡ് സെറ്റിൽ ഇപ്പം നീ ഡിഗ് ഓയിൽ കണ്ടുപിടിക്കുക കൂടുതലായി ഡിഗ്. അപ്പോൾ ആ ഒരു രീതിക്ക് ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ പോകുന്നത് NPC ഈസ് ഓൺലി ദ വൺ വിച്ച് ഇസ് വർക്കിംഗ് ആൻഡ് വി ആർ നോട്ട് ആക്ച്വലി ഫോളോയിങ് വാട്ട് ഈസ് ബെസ്റ്റ് ചോയ്സ് ഇൻ അവർ ലൈഫ്. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തത്തൻ്റെ അടുത്ത് പറയാൻ വേണ്ടി പറയുമ്പോൾ തത്ത അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ അർത്ഥം അറിയാതെ കംപ്ലീറ്റ് ബ്ലൈൻഡ്ലി ഫോളോയും ചെയ്ത് കംപ്ലീറ്റ്ലി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അത് നമ്മുടെ ജീവിതത്തിലുള്ള നമ്മൾ പരിശോധിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം നമ്മൾ ഓരോരുത്തരും നമ്മളത് പരിശോധിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്നത് ഇനിയും ഒരുപാട് ഷഹബാസ് നമ്മുടെ കേരളത്തിന് ഇനിയും കാണേണ്ടി വരും. അതുപോലെ ഇനിയും ഒരുപാട് ലോകത്തിന് തന്നെ ശ്രീലങ്കയുടെ അഗ്രികൾച്ചർ സെക്ടർ കുഴഞ്ഞു പോയതുപോലെ അല്ലെങ്കിൽ ഒരുപാട് സയൻറ്റിസ്റ്റുമാരെ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് വാട്ട് ഈസ് ബെസ്റ്റ് എന്നുള്ളത് നോക്കാതെ നമുക്ക് പണിയെടുക്കേണ്ടതായിട്ട് വരും. ഇനിയും അതുപോലെ തന്നെ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആരുമില്ലാത്ത ലാൻഡുകൾ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യേണ്ടി വരും. നമ്മളങ്ങനെ ഹൈപ്പിനോട് കംപ്ലീറ്റ് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്തുകൊണ്ട് ട്രെൻഡിനോട് പിന്നാലെ പോയി വാട്ട് ഈസ് ബെസ്റ്റ് എന്നുള്ളത് നമ്മൾ ആലോചിക്കാതെ ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചാൻസുകൾ നമുക്ക് പ്രതികരിക്കാനായിട്ട് കിട്ടുകയും അതുപോലെ ഒരിക്കലും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല ബെസ്റ്റ് ഫോളോ ചെയ്യുമ്പോൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും പിന്നെ അത് വളരെ സീരിയസ് ആയിക്കൊണ്ട് നമുക്ക് ബിക്കോസ് വി നോ ദാറ്റ് ദിസ് എറ്റേണലി വിച്ച് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് അസ് ഈസ് ദിസ് തിങ്. അപ്പോൾ അങ്ങനെ നമ്മൾ ബെസ്റ്റായിട്ട് നമ്മൾ കണ്ടുപിടിച്ച ഈ ലൈക്ക് പ്രതികരിക്കേണ്ട ഒരു ശൈലി തെറ്റ് കാണുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ആ രീതിക്ക് തന്നെ വയലൻസ് ഇല്ലാണ്ട് തന്നെ അതിനെ പ്രതികരിക്കാനുള്ള ഒരു ശൈലി അത് ആക്സെപ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഡെഫിനറ്റ്ലി നമുക്കറിയാം പുറത്തുള്ള ആൾക്കാർ അതിനെ നമ്മളെ കളിയാക്കുകയും പരിഹസിക്കുകയും സ്വാഭാവികമാണ്. നമ്മുടെ ചരിത്രത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അതേ കാണാൻ കഴിയുന്നുള്ളൂ. ഈ ഒരു മൈൻഡ് സെറ്റിൽ അങ്ങനെ ആ ഒരു സംഭവം വരും. പക്ഷേ ഒരിക്കലും നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട പരിഹാസവും അതുപോലെ ഈ കളിയാക്കുന്ന ഒരു പ്രവണതയും അത് നാട്ടുകാർക്ക് എല്ലാവരുടെ അടുത്തുണ്ട് എന്നതുകൊണ്ട് ഒരിക്കലും സത്യം അല്ലാതായിട്ട് മാറില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ക്ലാസ്സിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് രാവിലെ നടക്കുന്ന ഒരു ക്ലാസ്സിൽ 49 കുട്ടികളും 50 കുട്ടികളുള്ള ക്ലാസ്സിൽ 49 കുട്ടികളും ഇത് രാത്രിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ആവില്ല. നിങ്ങൾ ആക്ച്വലി പുറത്ത് പോയി നോക്കിയപ്പോൾ മേലെ സൂര്യനുണ്ട്. അപ്പോൾ സോ രാവിലെയാണെന്ന് പറഞ്ഞ് ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ സത്യം അല്ലാതായിട്ട് മാറുകയില്ല. So always hold on to the truth and try to protect it and try to always do something that will increase the understanding of what is being truth. So ഇനി നമുക്ക് കൂടുതൽ ടോപ്പിക്സുമായിട്ട് കാണാം. താങ്ക്സ് എ ലോട്ട്. ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറ and bye.